കൃത്യം ഒരു വർഷം മുൻപ് ഒരുപാട് സ്വപ്നങ്ങളുമായി ബ്രില്യൻറ്റിനൊപ്പം ചേർന്ന കുറേയേറെ വിദ്യാർത്ഥിനികൾ. അവർ ഈ ഒരു വർഷവും ഉണ്ടതും ഉറങ്ങിയതും ആഘോഷങ്ങൾ പങ്കുവച്ചതും എല്ലാം ബ്രില്യൻറ്റ് കുടുംബത്തോടൊപ്പമായിരുന്നു. ഇവിടെ അവർക്ക് ഒരുപാട് പേർ താങ്ങായി നിന്നു. അവരുടെ ക്ലാസ് ടീച്ചേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, പ്രൊഫസേഴ്സ്, അങ്ങനെ അവരുടെ വീട്ടിലുള്ള എല്ലാ ബന്ധങ്ങളും അവർക്കിവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒരു അസുഖം വരുമ്പോൾ പോലും അമ്മയെയും അച്ഛനെയും മിസ് ചെയ്യുന്നു എന്ന് പറയാൻ അനുവദിക്കാതെ രാപകലില്ലാതെ ബ്രില്യൻറ്റ് ഫാമിലി ഓരോ കുട്ടിയോടും ഒപ്പം നിന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സ്വപ്നത്തിലേക്ക് അവർ നടന്നടുക്കുവാനായി മെയ് 4 പരീക്ഷ എഴുതുവാനായി ബ്രില്യൻറ്റിൻ്റെ പടികളിറങ്ങി പല സെൻറ്റേഴ്സിലേക്ക് പോകുമ്പോൾ, അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ അവരിവിടെ മറന്നു വയ്ക്കുന്നത് ഒരു പിടി നല്ല ഓർമ്മകളാണ്. പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പേരൻസ് എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ അവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഒരു വർഷക്കാലത്തെ അവരുടെ ഒരു ഹോസ്റ്റൽ ലൈഫിന് ശേഷം അവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് ഇവിടെ പേരൻസ് എല്ലാവരും വളരെ ഈഗർലി വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നത്. സോ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഈ ഒരു വർഷക്കാലത്തെ എക്സ്പീരിയൻസും എന്തായിരുന്നു, അവർക്ക് ബ്രില്യൻറ്റിനോട് ഇനി എന്താണ് പറയാനുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് അവരോട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. എവിടുന്നാ വരുന്നത്? എറണാകുളം, കാക്കനാട്. ഓക്കെ, മോളാണോ മോനാണ്? പേരെന്താ മോന്റെ? അപ്പൊ എവിടെയാണ് എക്സാം സെന്റർ ഒക്കെ കിട്ടിയിരിക്കുന്നത്? പനങ്ങാട് ഫിഷറീസ് കോളേജ്. അതെ അല്ലേ? ഓക്കെ, എങ്ങനെയായിരുന്നു മാമിന്റെ അഭിപ്രായത്തിൽ ഒരു ആശ പേരന്റ് എന്നുള്ള നിലയിൽ ഇവിടെ വന്നപ്പോ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങി. അതൊരു ആഗ്രഹമാണ്, മെഡിസിൻ പ്രൊഫഷൻ തന്നെ. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ അവൻ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. ആഗ്രഹപ്രകാരം തന്നെയാണ് ഇവിടെ വന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണിത്. കാരണം നമുക്ക് കാണാം ഇവിടെ ഒരു ഫാമിലിയൊക്കെ ഗ്രാൻഡ് പേരൻസുമായിട്ടാണ് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ വന്നിരിക്കും. കാരണം അവർക്കും കൂടെ അവരുടെ പഠനവും കാര്യങ്ങളും ഒക്കെ എത്രത്തോളമായി, അതുപോലെ അവർ പഠിച്ച ഒരു വർഷക്കാലം അവർ ചെലവഴിച്ച ബ്രില്യൻറ്റും ക്യാമ്പസും ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അവരൊന്ന് പരിചയപ്പെടാലോ. സാർ എവിടുന്നാ വരുന്നത്? ഞാൻ പെരുമ്പാവൂർന്ന് വരുന്നത്. ഞാൻ കുവൈറ്റിലാണ് ഇന്ന് രാവിലെ വന്നത്. ഓക്കെ, ഇന്ന് രാവിലെ 8:30 എത്തി. പിന്നെ വീട്ടിൽ പെരുമ്പാവൂർ വൈഫിന്റെ ഫാദറും മദറുമാണ്. വീട്ടിൽ ചെന്നിട്ട് പിന്നെ 2 മണിയപ്പോ തിരിച്ചിങ്ങോട്ട് വന്നു. ഇവിടെ 4 മണിക്ക് എത്തി. അപ്പൊ മോൾ പ്രത്യേകം പറഞ്ഞു ജോർജ് സാറിനെയും ജസ് സാറിനെയും വിജയൻ സാറിനെയൊക്കെ കാണണമെന്ന് പറഞ്ഞു. അവരപ്പോ കണ്ടു, സന്തോഷമായി. ഓക്കെ, മോൾ എവിടെയാണ് എക്സാം എഴുതുന്നത്? രാജഗിരി സെന്റർ, കളമശ്ശേരി രാജഗിരി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളുടെ മാക്സിമം അവളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇവിടെ വന്നത്. അത് ഞങ്ങൾക്ക് അത് ഗുണകരമായി, അവൾക്കും ഗുണകരമായി തീരുമെന്നുള്ളതാണ് വിശ്വാസം. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ ദുബായിലാണ്. ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. മോനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പം ഇനി മറ്റന്നാൾ എക്സാമും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം പോകും. എക്സാം സെന്റർ എവിടെയാണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 20 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ്. ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ്. First of all, a big thanks to Brilliant, how you are caring about our students and like updates and education. All entire system is good. ഒരു കോൺഫിഡൻ്റ് ആയി. നമ്മൾ റൈറ്റ് ഡിസിഷനാണ് എടുത്തത്, റൈറ്റ് പ്ലേസിലാണ് എത്തിയത്. അമ്മ എന്ത് തോന്നുന്നു? മോൾ ഒരു വർഷക്കാലം ബ്രില്യൻറ്റിലായിരുന്നു. മോളുടെ ഒരു ബ്രില്യൻറ്റ് ഡേയ്സ് ഒക്കെ ഒന്ന് പറയാമോ? എന്ത് പറഞ്ഞു? എന്റെ മോളല്ല, എന്റെ സിസ്റ്ററിന്റെ മോളാണ്. സിസ്റ്ററിന്റെ മോളാണ്. ആള് ഇവിടെ ഇല്ല, UK വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാനാണ് കൂട്ടാൻ വന്നിരിക്കുന്നത്. നമ്മളാണ് ടേക്ക് കെയർ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ മോള് ബ്രില്യൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ബ്രില്യൻറ്റിനെ കുറിച്ച് മോളല്ല, ഞാൻ വായിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പൊ അതുകൊണ്ടാണ് മോളെ പ്രാവശ്യം ഇവിടെ ചേർത്തത്. ഓക്കെ, നമ്മുടെ സ്വന്തം മോളെ പോലാണ് അല്ലെ? ഇപ്പൊ ഡോക്ടറായി കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അല്ലെ? മോളുടെ ഒരു ഡോക്ടർ ലക്ഷ്യത്തെ കുറിച്ചൊക്കെ മോള് പറഞ്ഞിട്ടുണ്ടോ? അത് ബ്രില്യൻറ്റ് എങ്ങനെ കൂടെ നിൽക്കുന്നതൊക്കെ മോള് പറഞ്ഞിട്ടുണ്ടോ? ബ്രില്യൻറ്റ് എനിക്ക് ഞാൻ കേട്ടിടത്തോളം നല്ലൊരു സ്ഥാപനമാണ്. പിന്നെ നല്ല ടീച്ചേഴ്സ്, നല്ല എല്ലാം നല്ലതാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യം കിട്ടുമായിരിക്കും തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയായിരുന്നു, ഇവിടെയല്ല എഴുതിയത്, +1 +2 കൂടെ ചങ്ങനാശ്ശേരി വെച്ചാണ് എഴുതിയത്. പക്ഷെ അന്നേരം ഇച്ചിരി മാർക്ക് മറ്റൊരു സ്ഥാപനത്തിലായിരുന്നു. പക്ഷെ അന്നേരം ഇച്ചിരി കണ്ടത്. പക്ഷെ നോക്കാൻ എന്താ പറയുക, ഇവിടെ തന്നെ ഇതിൽ തന്നെ കിട്ടണമെന്നും പറഞ്ഞുകൊണ്ടല്ല, ഇതിലായിരുന്നു രണ്ടാമതൊന്നും കൂടി ഇവിടെ വെച്ച് ജയിച്ചു. സന്തോഷത്തിലാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ആ മോളെന്നാണ് നമ്മളോട് പറഞ്ഞത്. സ്വന്തം മോളെ പോലെ തന്നെയാണ്, മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മോള് മറ്റൊരു സ്ഥാപനത്തിലായിരുന്നു. ഇപ്പോൾ മോള് തന്നെ പറഞ്ഞിട്ട് ബ്രില്യൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം മോളുടെ സ്കോറും കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടിയോ? കൂടിയിട്ടുണ്ട്. ഇത്തവണ ഒരു പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, ആ പ്രതീക്ഷയുടെ ചിരിയാണ് ഈ കണ്ടത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് ആശ. എവിടെ നിന്ന് വരുന്നു? ഞാൻ പാരിപ്പള്ളി, കൊല്ലത്തുനിന്ന് വരുന്നു. ഒരു കൊല്ലമായിട്ട് നിങ്ങൾക്കുള്ളൊരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? വളരെ നല്ല അഭിപ്രായമാണ്. മാഡം മോൾക്ക് ഇവിടെ വന്നതിന് ശേഷം നല്ല ചേഞ്ചസ് ഉണ്ട്. മാർക്കിലായിരുന്നാലും നല്ല വേരിയേഷൻ ഉണ്ട്.
അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതീക്ഷയുണ്ട്. മോക്ക് ഇവിടെ തന്നെ വേണമെന്ന് അവൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അവൾ തന്നെ പറഞ്ഞതാണ് ഇങ്ങോട്ട് തന്നെ വേണമെന്ന് പറഞ്ഞതാണ്. മാർക്കിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ട്. സ്റ്റാർട്ടിങ് വന്നപ്പോഴത്തേനും കുറച്ച് ബാക്കിലോട്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് മേലോട്ട് കയറി വരുന്നുണ്ട്. മോഡൽ എക്സാംസ് ഒക്കെ എഴുതി എല്ലാ മോഡലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രോത്ത് സ്റ്റഡി ആയിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. ഇതുവരെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഹായ് മാം. പാലക്കാട് നിന്ന് വരുന്നു. പാലക്കാട്. മോളുടെ പേര് നിവേദിത. നിവേദിത. ഓക്കെ. അപ്പൊ കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ലേ? കൊണ്ടുപോകും. മാമിന്റെ ഒരു അഭിപ്രായത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ബ്രില്യന്റ് മതിയെന്ന് മോള് പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ അവളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് വന്നത്. പിന്നെ എനിക്ക് ബ്രില്യന്റിനെ പറ്റി പറയാനുള്ളത്, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള കുട്ടിയാണെങ്കിൽ ബ്രില്യന്റ് നല്ലൊരു ഓപ്ഷനാണ്. എല്ലാ പ്ലാനിങ്ങും എല്ലാം കൃത്യമാണ്. അത് എക്സിക്യൂട്ട് ചെയ്യണ രീതിയിലും ചെറുതലം തൊട്ട് ഏറ്റവും ഉയർന്ന തലം വരെയുള്ള കൃത്യമായ പ്ലാനിങ് ആണ്. അത് പറഞ്ഞേ പറ്റൂ. പിന്നെ അതുപോലെ ജോർജ് സാറായാലും മറ്റേത് സാറായാലും നമുക്ക് എപ്പോഴും അപ്രോച്ചബിൾ ആണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. പേര് സിജി കല്ലറ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. സോണിയ. എൻ്റെ വീട് അർത്തുങ്കല്. സ്മിത പേര്. ബജിത, മലപ്പുറം പെരിന്തൽമണ്ണയിൽ. കണ്ണൂരിൽ നിന്ന് വരുന്നു. പേര് ഷിംല. എൻ്റെ മോളാണ് ഇവിടെ പഠിച്ചത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ടീച്ചേഴ്സ്, നല്ല എല്ലാം നല്ല ഒരു ഇത് ആംബിയൻസ് എല്ലാം നല്ല ഇതൊരു. ഇവിടുത്തെ നല്ല കോച്ചിങ് ആയിരുന്നു. നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. ഏത് സിറ്റുവേഷനോടെ കടന്നു പോകുകയാണെങ്കിലും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. ഇപ്പോൾ ഡൗൺ ആയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ദേ ബ്രിങ് അപ്പ് ദം. So it was very good experience, not just approaching the exam but also how to approach it psychologically and all those support from all sides. So really appreciate that kind of. മോള് എപ്പോഴും ക്യാമ്പസിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ഈ ക്യാമ്പസിൽ വന്നത് മോൾക്ക് അത്യധികം ഇഷ്ടമാണ്. എല്ലാം നല്ല ഇൻട്രസ്റ്റോടു കൂടിയാണ് ഇവിടെ പഠിപ്പിക്കുന്ന ചാപ്റ്ററുകളെല്ലാം അതേ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല ഇതായിട്ടാണ് പോകുന്നത്. നല്ല കോൺഫിഡൻസോടെയാണ് മോൾ ഇരിക്കുന്നത്. ഈ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റന്നാളല്ലേ, അപ്പം മക്കളെ പോലെ തന്നെ അമ്മമാരും നല്ല ടെൻഷനിലാണ്. പിന്നെ ഹോസ്റ്റൽ ലൈഫ് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യണത്. പിന്നെ അവളെപ്പോഴും ബ്രില്യൻറ്റിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അവൾ പറയണത് ബ്രില്യൻറ്റ് ഈസ് സോ ബ്രില്യൻറ്റ് തന്നെ പറയണത്. ഞാൻ ടീച്ചറാണ്. ബ്രില്യൻറ്റിന് എനിക്ക് നേരത്തെ അനുഭവം ഉണ്ട്. എൻ്റെ മോൻ ഇവിടെ കോച്ചിങ് കഴിഞ്ഞിട്ട് അവന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ MBBS കഴിഞ്ഞു. ഹൗസ് അറ്റൻഡൻസി ചെയ്യുവാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. സക്സസ് ഉണ്ട്. മോൾക്കും വലിയ ആഗ്രഹമാണ് ഡോക്ടർ ആവണമെന്നുള്ളത്. അപ്പോൾ അതിനിവിടെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ അവളുടെ ക്ലാസ് ടീച്ചർ സുബി മാം വീക്ക്ലി പാരന്റിനെ വിളിച്ചിട്ട് അന്വേഷിക്കുന്നത് മോൾ എന്ത് പറയുന്നു, മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മൂഡ് സ്വിങ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾക്ക് കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം മോൾ വിളിക്കുമ്പോൾ പറയുന്നു സുബി മാം കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യും. അപ്പം ഞാൻ കരുതുന്നു ഞാനായിരുന്നെങ്കിൽ അതങ്ങ് വിട്ടുപോയേനെ മോളുടെ മൂഡ് സ്വിങ്. പക്ഷേ മാം അത് വിടുന്നില്ല. അത് ഓർമ്മിച്ച് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. നല്ല അനുഭവം തന്നെയാണ്. ഞാൻ ഹാപ്പിയാണ്. ഇവിടെ വന്നതിന് ശേഷം മോൾക്ക് നല്ല സമാധാനമുണ്ട്. നമുക്ക് അവിടെ നിൽക്കുമ്പോഴും സമാധാനമുണ്ട്. വേറെ എവിടെ നിൽക്കുമ്പോഴാണെങ്കിൽ ബേജാറാണല്ലോ. മോളവിടെ ഇട്ട് പോകുമ്പോഴൊക്കെ ബേജാറല്ലേ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മോൾക്കും നല്ല സന്തോഷവും പിന്നെ അതുമല്ല ഒരിഷ്ടത്തിന് പിന്നെ പഠിക്കുക, ഒരിഷ്ടത്തിന് കിടക്കുക, അങ്ങനെയൊക്കെ ഒരിഷ്ടത്തിന് നീക്കുക, അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ മോൾക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. വളരെ നന്ദിയുണ്ട്. ഏറ്റവും നല്ല പഠിക്കാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സാമുകളും ആഴ്ചയിൽ ദിവസം എന്ന് പറയുന്ന എക്സാമുകളൊക്കെ ആയിട്ട് അതല്ല വ്യത്യാസങ്ങളുണ്ട്. മാർക്കിന് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇവൻ പഠിച്ചത് മുഴുവൻ ദുബായ് ഇന്ത്യൻ സ്കൂളിൽ ദുബായിലാണ് +2 എല്ലാം കഴിഞ്ഞിട്ട്. പിന്നെ ബ്രില്യൻ്റ് നമുക്ക് അറിയാവുന്നിടത്തോളം ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇവിടെ തന്നെ പഠിച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിലാണ് അവനെ ഇവിടെ അവൻ്റെ പാരൻസ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ലോക്കൽ ഗാർഡിയൻസ് പെരിന്തൽമണ്ണ താമസിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നീറ്റ് എക്സാം പോലെ തന്നെ ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനോടുള്ളൊരു സന്തോഷവും കോൺഫിഡൻസും ഉണ്ട്. എൻ്റെ പേര് രമ്യ. രമ്യ എവിടുന്നാ വരുന്നത്? കൊല്ലം. കൊല്ലം. ഓക്കെ. ഇത് മോനാണോ? മോനാണ്. മോന്റെ പേര് അർച്ചിത്. അർച്ചിത്. ഓക്കെ. സാറിന്റെ പേര്? രവീന്ദ്രൻ നായർ. രവീന്ദ്രൻ നായർ. ഓക്കെ. വളരെ സിസ്റ്റമാറ്റിക് ആണ്, സെക്യൂർ ആണ്. പിന്നെ കുഴപ്പമില്ല, നല്ല മോട്ടിവേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഹോസ്റ്റൽ ലൈഫ് കുഴപ്പമൊന്നുമില്ല. വളരെ കുറച്ച് ഡിസിപ്ലിൻ ഉണ്ട്. അങ്ങനെ ആവണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് നല്ല ഡിസിപ്ലിനായിട്ട് കിട്ടിയത് കൊണ്ട് വളരെ ഹാപ്പിയാണ്. കുഴപ്പമില്ല, വളരെ സെക്യൂർ ആയിരുന്നു. ജീവിതത്തിലേക്കുള്ള തുടർച്ച
ഇവിടെ നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്ന് പോവാണ്, എക്സാമിലേക്ക് പോവാണ്. മോളുടെ പേര് അനുപമ. ഓക്കെ, മാമിന്റെ പേര് ജയശ്രീ. എവിടുന്നാ വരുന്നേ? അപ്പൊ ഇവിടെ വന്നപ്പോഴൊരു മാറ്റം എന്തായിരുന്നു മോളുണ്ടായേ? ആദ്യം വന്നപ്പോ ഒരു ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ഇപ്പൊ നല്ല ഹാപ്പിയാണ്. കോൺഫിഡന്റ് ആണോ ആൾ എക്സാം എഴുതാൻ? എവിടുന്ന് വരുന്നു? ഞാൻ കോട്ടയത്താണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു മർത്തോമസ് പേരുടെ അച്ഛനാണ്. ഓക്കെ, ആ, എൻ്റെ മകനാണ് എമിത് ഫിലിപ്പ് സാമ്പുവൽ. ഓക്കെ, എന്താണ് മോനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു നിമിഷം? തീർച്ചയായിട്ടും കുഴപ്പമില്ല, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പരിശീലനം അതിന് ഏറ്റവും സഹായകരമായ രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ കുട്ടിയെയും അവരുടെ എല്ലാ പ്രത്യേകതകളെയും മനസ്സിലാക്കി 1-to-1 ശ്രദ്ധ കിട്ടത്തക്ക രീതിയിലുള്ള പരിശീലനം ഇവിടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. റിസൾട്ട് കേന്ദ്രീകൃതമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ സ്ഥാപനമാണ് ആദ്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതും അവരേക്ക് വരാനായിട്ട് ശ്രമിച്ചതും. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ എല്ലാ തരത്തിലുമുള്ള ഒരു പരിശീലനമാണ് തീർച്ചയായിട്ടും ഇവിടെ ലഭ്യമായത്. അതിൽ സന്തോഷമുണ്ട്. മാമിന്റെ പേര് സ്വപ്ന. സ്വപ്ന. എവിടുന്നാ വരുന്നത് മാം? ഞാൻ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, മോന്റെ പേര് ആദിത്യ. അപ്പൊ ഈ ഒരു വർഷക്കാലത്തെ മാമിന്റെ ഒരു എക്സ്പീരിയൻസ്? ഒരു വർഷം വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു പ്രതീക്ഷയും ഒരു സ്വപ്നങ്ങളൊക്കെയാണ് ഈ ഒരു വർഷം എന്ന് പറയണത്. അതെന്തായാലും നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അത്രേ പറയാനുള്ളൂ. നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇത്രയും ദൂരത്ത് അത് നമുക്ക് ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ അവിടെ പഠിക്കണം എന്നുള്ളതും ഇവിടെ തന്നെ വന്ന് പഠിക്കണം എന്നുള്ള ആ ഒരു സ്വപ്നത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഇവിടുന്ന് പഠിച്ച് അവനൊരു ഡോക്ടറായി കാണണം എന്നുള്ളൊരു അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. ഒരുപാട് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും സന്തോഷം മാത്രമല്ല ബ്രില്യൻറ്റിൻ്റെ അങ്കണത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്. ബ്രില്യൻറ്റിലെ ഓരോ സ്റ്റാഫ് അംഗങ്ങളുടെ മുഖത്ത് ഇന്ന് സന്തോഷത്തിൻ്റെ നിമിഷമാണ്. എന്നാൽ നമുക്കിവിടെ കാണാൻ ജസ്റ്റിസ് സാറ് ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് വിദ്യാർത്ഥികളെയൊക്കെ കണ്ട് അവരോട് അവരുടെ പേരൻസിനോടും ഒക്കെ സംസാരിച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ ബ്രില്യൻറ്റിലെ 2 സ്റ്റുഡൻസ് ആണ്, നിറഞ്ഞ ചിരിയോടുകൂടി 2 സിസ്റ്റർമാർ. അപ്പോൾ സാറേ, ഇവർ തീർച്ചയായിട്ടും ഇപ്പൊ എന്താ സാറിനോട് സംസാരിച്ചത്? തീർച്ചയായിട്ടും കോൺഫിഡൻസ് അവർക്കുണ്ട്. കോൺഫിഡൻസ് ഉണ്ടെന്ന് മാത്രമല്ല, ലാസ്റ്റ് പരീക്ഷയ്ക്ക് അവർ എന്തൊക്കെ ഇനി 2 ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ ഇന്നും നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് അവർ ചോദിച്ചിരുന്നത്. അപ്പോൾ ബയോളജിയുടെ ഒക്കെ ടിപ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. അവർ പറഞ്ഞ അവർ പഠിച്ചേക്കുന്നതൊക്കെ കറക്റ്റാണ്. അതായത് ബയോളജിയിൽ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിന് ഫുൾ മാർക്ക് അടിക്കാൻ അവർ ശ്രമിക്കുന്നത്. നല്ല ഒരു ശീലമാണ് അവരുടേത്. അപ്പോൾ അതിൽ അവർക്ക് 100% വിജയം കിട്ടുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ജീവിതം തന്നെ ഒരു സേവനത്തിനായിട്ട് ഒഴിഞ്ഞു വെച്ച ആളുകളാണ് നിങ്ങൾ. അതിലേറ്റവും മഹാത്മ്യം അർഹിക്കുന്ന ഒരു ജോലിയാണ് ഡോക്ടർ ആവുക എന്ന് പറയുന്നത്. അത് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളാണ്. അല്ല, അതൊരു ദൈവിക അനുഗ്രഹം തന്നെയാണ് അത്തരത്തിലുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക എന്ന് പറയുന്നത്. ആ ഒരു ചിന്തയുടെ ആദ്യ ഒരു പടിയായിട്ട് നമ്മൾ എത്തിച്ചേർന്നത് ബ്രില്യൻറ്റിലേക്കാണ്. എന്ത് തോന്നുന്നു സിസ്റ്ററെ? ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം നല്ല നല്ല ഫാക്കൽറ്റീസ് ആണ്. ഏത് ഡൗട്ട് വന്നാലും ക്ലാസ്സിൽ എപ്പോൾ ചോദിച്ചാലും ക്ലിയർ ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങളുടെ പഠനവും സിസ്റ്റർ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഓൾറെഡി 6 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അത്രയും വർഷത്തെ ഗ്യാപ്പ് ഉള്ള ഞങ്ങൾ മറ്റു പിള്ളേരുടെ കൂടെ പഠിക്കുമ്പം ടീച്ചേഴ്സ് ഞങ്ങൾക്ക് പ്രത്യേക ഒരു കൺസിഡറേഷൻ തരാറുണ്ടായിരുന്നു. അറിയാത്ത ടോപ്പിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാനും. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫാക്കൽറ്റീസ്, അങ്ങനെ നല്ല കുറേ എക്സാംസ് എഴുതി. അങ്ങനെ ചെറിയൊരു പേടിയുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇപ്പം എക്സാമിലാണെങ്കിലും എത്രമാത്രം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും ബ്രില്യൻറ്റിൽ വന്നതിനേക്കാൾ കൂടുതലൊന്നും വരില്ല എന്നൊരു ചിന്തയുണ്ട്. അപ്പം ബ്രില്യൻറ്റിലെ എക്സാംസിൽ ഒരു മാക്സിമം മാർക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി വരുന്ന എക്സാം ഓക്കെ ആയിരിക്കും എന്നുള്ള ചിന്ത. അപ്പോൾ താങ്ക്സ് സിസ്റ്റർ, എല്ലാവിധ ആശംസകളും. എൻ്റെ പേര് സൈജു, തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. തിരുവനന്തപുരത്താണ്. ഇവിടെ മകനാണോ മകളാണ്? മകളാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബ്രില്യൻറ്റിൽ ചേർത്തപ്പോൾ? പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒത്തിരി കുട്ടികൾ ഇതിന് മുന്നേ ഇവിടെ വന്ന് പാലായിൽ തന്നെ വന്ന് കോച്ചിങ്ങിലൂടെ അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടാണ് പാലായിലോട്ട് തന്നെ വന്നത്. എവിടെ നാട്? വടകര, കോഴിക്കോട് വടകര. പാലയിലേക്ക് അവൾ വരുന്ന സമയത്ത് ഏടെ ഭയപ്പാടോടുകൂടിയാണ് വന്നിരുന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കെയറും പ്രൊട്ടക്ഷനും എല്ലാം, ഭക്ഷണം ഉൾപ്പെടെ, പഠനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വളരെ ഹാപ്പി ആയിരുന്നു. അതാണ് പിന്നെയും റിപ്പീറ്റിന് ഇവിടെ തന്നെ വന്നത്. ബ്രില്യൻറ്റിന് എന്ന് പറഞ്ഞാൽ ലോകോത്തര ഒരു സ്റ്റഡി സെൻ്ററായിട്ട് ഇത് മാറിയിട്ടുണ്ട്. സത്യത്തിൽ ബ്രില്യൻ്റാണ് ഇന്ന് നീറ്റ് എന്ന് പറയുമ്പോൾ JEE ആണെങ്കിൽ നീറ്റാണെന്ന് ഫസ്റ്റ് വൺ ഇത് ബ്രില്യൻറ്റ്. അവളുടെ അഡ്മിഷൻ കിട്ടാത്തവരാണ് മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് ചേക്കേറുന്നത്. ഞാൻ ടീച്ചറാണ്. നാട്ടിൽ നിന്നാണെങ്കിൽ നീറ്റിന് പോകുന്നുണ്ടെങ്കിൽ ബ്രില്യൻറ്റിൽ തന്നെ എങ്ങനെയെങ്കിലും സീറ്റ് വാങ്ങണം എന്നാണ് എൻ്റെ സ്റ്റാഫിനോട്, എൻ്റെ മക്കളായാലും റിലേറ്റീവ് അങ്ങനെയാണ് പറയാറ്. എന്തുകൊണ്ടും ബ്രില്യൻറ്റ് 100%. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും വിട പറഞ്ഞു പോകുന്ന വേദനയോടെ, എന്നാൽ അതിലേറെ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കുന്ന സന്തോഷത്തോടെ, എന്ത് വികാരമാണ് പറയേണ്ടതെന്ന് അറിയാതെ വിങ്ങി നിന്ന പല കുട്ടികൾ.
ഡയറക്ടേഴ്സിൻ്റെ കാൽതൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങുമ്പോൾ പോലും ഇവിടെയുള്ള ഓർമ്മകൾ ബാക്കിയാക്കി പോകേണ്ടി വരുമെന്ന് വേദനിച്ച ഞങ്ങളുടെ പൊന്നുമക്കൾ. അവരെല്ലാം തന്നെ അവരുടെ സ്വപ്നങ്ങളിലേക്കാണ് പോകുന്നതെങ്കിലും ഇവിടുത്തെ ഓരോ മൺതരിയെയും അവർ മിസ് ചെയ്യും. അതെ, ഞങ്ങളും ഞങ്ങളുടെ പ്രിയ കുട്ടികളെ മിസ് ചെയ്യും. അതെ, അതാണ് കാലത്തിൻ്റെ ഗതി. അടുത്ത വർഷം പുതിയ മക്കൾ ഞങ്ങളെ തേടി വരും. പക്ഷേ നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ എവിടെ എത്തിയാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലും ബ്രില്യൻ്റ് ഉണ്ടാകും. അത് ഞങ്ങൾക്കും ഉറപ്പാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.